ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ട് മമ്മൂക്ക നല്ലതെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചവിടത്തു നിന്നാണ് നമ്മൾ കാതലിൻ്റെ കഥ പറയാൻ പോകുമ്പോൾ അദ്ദേഹം കഥ പറയാനോട് നമ്മൾ കേൾക്കുന്നതും അദ്ദേഹം ആ സിനിമ നിർമ്മിക്കുമ്പോൾ ഇതേപോലെ തന്നെ ജിയോയുടെ ഇഷ്ടമുള്ള ജിയോക്ക് വേണ്ട സിനിമ ഉണ്ടാക്കിക്കുക എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ എല്ലാം നമ്മൾ ചോദിച്ച എല്ലാ സൗകര്യത്തോടും കൂടെ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് കാതൽ. അതാ നമ്മുടെ ഒരു വന്ന വഴിയുടെ രീതിയും ഭാഗ്യവും ഒക്കെ ആണ്, അല്ലാതെ എന്താ പറയുക, അല്ലാതെ എനിക്ക് അതിനൊരു ആൻസർ ഇല്ല. കാതൽ എന്ന് പറഞ്ഞ സിനിമ അത് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടി എന്നൊരു താരം അതിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെയല്ലേ? കഥയുണ്ട്, കഥയിലെ കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ എല്ലാം മാറാതിരിക്കുകയാണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ സാന്നിധ്യം ആ സിനിമയെ കുറേയും കൂടെ ശ്രദ്ധേയമാക്കി ജനകീയമാക്കി എന്ന് തോന്നുന്നവരുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? 100% ഞാൻ അതിനോട് യോജിക്കുക. കാരണം മമ്മൂട്ടി അല്ലെങ്കിൽ നമുക്കുള്ള ഈ പറഞ്ഞ നായക ഹീറോ എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രൗഡ് പുള്ളേഴ്സാണ്. അവർ ഫസ്റ്റ് ഡേയിൽ തിയേറ്ററിൽ കൊണ്ടുവന്ന അത്രയും ക്രൗഡ് ഇപ്പോഴൊക്കെ അത് മാറി വരുന്നു നമുക്ക് തോന്നലുണ്ടാക്കുമെങ്കിൽ പോലും ഇനിഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞ ഇവർക്കുള്ള അത്രയും ഇല്ല. അപ്പം നമ്മൾ കാതൽ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മമ്മൂക്ക എന്നുള്ളതിൻ്റെ തോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിനിമ ഒരുപാട് പേര് കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് മമ്മൂക്ക. ഒന്ന്, ഈ സിനിമയെ മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് വേണം, ഒരു ഹ്യൂമൻ ബീങ് വേണം, നല്ല ആക്ടർ വേണം. നമ്മുടെ ഫസ്റ്റ് ചോയ്സിൽ രണ്ടിലും ആദ്യം വരുന്നത് മമ്മൂക്കയാണ്. അദ്ദേഹം നെഗറ്റീവ് നോ പറഞ്ഞിരുന്നെങ്കിലും ഈ സിനിമ ഞങ്ങൾ ചെയ്തേനെ. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക പിന്നെ നമ്മുടെ അടുത്ത ആലനെ മമ്മൂക്ക മാത്രമല്ല ജ്യോതിക എന്നുള്ളൊരു ഫാക്ടറോടെ ഉണ്ട്. നമ്മൾ ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമുക്ക് ആരെയും മലയാളത്തിൽ നിന്നൊക്കെ എന്താ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കാൻ വേണ്ട, ഇനി ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാത്തിരിക്കാനുള്ള ഒരു റീസൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിക. നമ്മൾ അതിന് മുന്നേ വിദ്യാബാലൻ ഉൾപ്പെടെ പലരിടത്തും ഈ കഥ പറഞ്ഞിട്ടുണ്ട്. പല തിരക്കുകൾ കൊണ്ട് അവർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ജ്യോതിക വരുമ്പോൾ മമ്മൂക്ക ജ്യോതിക നമ്മളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ സ്ഥലത്ത് വേറൊരാളോ പുതിയൊരാളെയൊന്നും വെച്ചാൽ പിന്നെ നമുക്ക് ആ സിനിമയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായാൽ നമുക്കിത് ആ ഷോസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, തിയേറ്റർ ബോക്സ് ഓഫീസ് നന്നായിട്ട് പോകാൻ പറ്റും. അതിനൊരു റീസൺ മമ്മൂക്ക തന്നെയാണ്.